ദ ജേർണലിസ്റ്റിലേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ തലയുയർത്തി അഭിമാനത്തോടെ നിൽക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. രണ്ട് റെക്കോർഡുകളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മുസ്ലിം ലീഗിന് സ്വന്തമായുള്ളത്. ഒന്ന്, ഏറ്റവും അധികം ഭൂരിപക്ഷം നേടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മുസ്ലിം ലീഗിന്റെ സമാരാധനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ്. 87,327 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം, വമ്പിച്ച ഭൂരിപക്ഷമാണ് കുഞ്ഞാലിക്കുട്ടി സ്വന്തമാക്കിയത്. രണ്ടാമത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. അതായത് മത്സരിച്ച സീറ്റുകളിൽ പരമാവധി സീറ്റുകളിൽ വിജയം നേടിയ പാർട്ടി എന്ന നിലയിലും മുസ്ലിം ലീഗ് മാറിയിരിക്കുകയാണ്. 27 സീറ്റിൽ മത്സരിച്ച് 22 മുസ്ലിം ലീഗിന് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നു. അങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതുവരെ കടന്നാക്രമിച്ചവർക്കും ദുരാരോപണം ഉന്നയിച്ചവർക്കും തകർക്കാൻ ശ്രമിച്ചവർക്കും തളർത്താൻ ശ്രമിച്ചവർക്കുമൊക്കെ അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് തലയുയർത്തി നിൽക്കുക തന്നെയാണ്. ആ ഹരിത പതാക വിജയശ്രീലാളിതമായി ഇങ്ങനെ പാറി പറക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ്, മാസങ്ങൾക്ക് മുൻപ് തന്നെ മുസ്ലിം ലീഗിനും മലപ്പുറത്തിനുമെതിരെ എത്ര വലിയ ഗൂഢാലോചനകളാണ് കേരളത്തിൽ നടത്തപ്പെട്ടിട്ടുള്ളത്. CPM-ന്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി എന്ന മുസ്ലിം വിരുദ്ധനെ, തികഞ്ഞ വർഗീയവാദിയെ ഒപ്പമിരുത്തി മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കാനും അധിക്ഷേപിക്കാനും ഇവിടെ അവസരം ഒരുക്കപ്പെട്ടു. പുരോഗമന പ്രസ്ഥാനമെന്ന് വീമ്പിളക്കുന്ന CPM-ന്റെ ഭാഗത്ത് നിന്ന് മതനിരപേക്ഷ ജനതയുടെ ആശ്വാസമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന, ന്യൂനപക്ഷങ്ങളുടെ കാവലാളെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ഇടപെടൽ ഒരിക്കലും കേരള സമൂഹം പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലെ തന്നെ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ PC ജോർജ് ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ടേയിരുന്നു. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നും മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്നവർ മുഴുവൻ വർഗീയവാദികളാണെന്നും മുസ്ലിം ലീഗിന് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് വരെയും ഇവിടെ നിരവധി കഥകൾ അടിച്ചിറക്കപ്പെട്ടു. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കലാണ് മുസ്ലിം ലീഗിന്റെ അജണ്ടയെന്നും അതുകൊണ്ട് മതനിരപേക്ഷ വിശ്വാസികൾ, സാധാരണക്കാർ ഒന്നും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യരുത് എന്നുമൊക്കെയുള്ള നിരവധി പ്രചണ്ഡ പ്രചാരണങ്ങൾ ഈ സമൂഹത്തിൽ വിഷത്തിൻ്റെ മേമ്പൊടിയോടുകൂടി പ്രചരിപ്പിക്കപ്പെട്ടു. തീവ്ര വർഗീയത ആളിക്കത്തിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ മുസ്ലിം ലീഗ് എന്ന മതനിരപേക്ഷ പ്രസ്ഥാനത്തിനെ കടന്നാക്രമിക്കുന്ന തിരക്കിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ അത്രയും. പക്ഷേ ഇതിനെയെല്ലാം സ്വന്തം പ്രവൃത്തിയിലൂടെ, ജനപിന്തുണയുടെ അകമ്പടിയോടെ പൊട്ടിച്ച് തകർത്ത് തവിട് ആക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. നിങ്ങൾ ഓർക്കുക, മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലെ അംഗങ്ങൾ മാത്രം, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ കൊണ്ട് മാത്രം മുസ്ലിം ലീഗിന് ഇത്രയും വലിയ ഒരു വിജയമുണ്ടാക്കാൻ സാധിക്കില്ല. അത് മതനിരപേക്ഷ ജനത മുസ്ലിം ലീഗിനെ തിരിച്ചറിഞ്ഞ്, ആ രാഷ്ട്രീയ പാർട്ടിയുടെ പാരമ്പര്യം അറിഞ്ഞ്, ആ രാഷ്ട്രീയ പാർട്ടി പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നന്മകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ രാഷ്ട്രീയ പാർട്ടിയെയും നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും ഒപ്പം നിർത്തിയതു തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായി, അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വീടുകൾ മുഴുവൻ നിർമ്മിച്ചു കൊടുത്ത് അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കി ജനങ്ങളെ മുഴുവൻ രക്ഷിച്ചു എന്ന് പറയുമ്പോഴും അവിടെ മുഴുവൻ കുടുംബങ്ങൾക്കും ഇതുവരെ വീട് കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം അവർ പറഞ്ഞ വീടുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ ആളുകൾക്ക് കൃത്യമായി നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു. അതും സകലതും തകർന്നു നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഗംഭീരമായ വീടുകൾ, അതായത് സർക്കാരിന് പോലും മാതൃകയാക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് വയനാട്ടിൽ കാഴ്ചവെച്ചത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്നേ. ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പണം ഉപയോഗിച്ച് നിർമ്മിച്ച വീട്, സ്വന്തം പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന പണം ഉപയോഗിച്ച് നിർമ്മിച്ച വീടാണെന്നതുപോലെ ജനങ്ങൾക്ക് നൽകി എന്ന് പറഞ്ഞ്, എന്നാൽ അത് പരിപൂർണമായി പണി പൂർത്തിയാക്കാതെ മീഡിയ PR വർക്കുകൾ നടത്തി ഞങ്ങൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ ഒപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച CPM-നും LDF-നും സർക്കാരിനും ഒക്കെ കൊടുത്ത കനത്ത തിരിച്ചടിയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള വീടുകൾ. ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ ഇത്രയും വീടുകൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് മുസ്ലിം ലീഗ് തെളിയിച്ചപ്പോൾ ജനങ്ങളുടെ പണമെടുത്ത് വീട് വെച്ച് കൊടുത്തു എന്ന് കഥയുണ്ടാക്കി മുഴുവനായി വീടുകൾ വെച്ച് കൊടുക്കാതിരുന്ന സംസ്ഥാന സർക്കാരിന് അത് വലിയ തിരിച്ചടിയായി. ഈ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ചർച്ചാ വിഷയമായി. ഇപ്പോൾ അത്തരത്തിലും സർക്കാരിന്, LDF-ന്, CPM-ന് വലിയ തിരിച്ചടികൾ ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ UDF-ന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത്. നോക്കുക,
നോക്കുക, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി നേടിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിലെ വിജയത്തിലൂടെ കെ ശൈലജ കൈവശം വെച്ചിരുന്ന 60,963 വോട്ടുകളുടെ റെക്കോർഡ് കുഞ്ഞാലിക്കുട്ടിക്ക് മുന്നിൽ വഴിമാറുകയായിരുന്നു. ഇനി നോക്കുക, ഇനി മൊത്തത്തിൽ കുഞ്ഞാലിക്കുട്ടി 1,31,632 വോട്ടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തെത്തിയ LDFിൻ്റെ KT മുജീബ് റഹ്മാന് 46,305 വോട്ടുകൾ നേടാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, ഫാത്തിമ തഹലിയ പേരാമ്പ്രയിൽ ജയിച്ചത് മുസ്ലിം ലീഗിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ലീഗിൽ വനിതാ പ്രാതിനിധ്യമില്ല എന്നതടക്കം പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട മറ്റൊരു വിഭാഗം ആളുകൾക്കും ശക്തമായ തിരിച്ചടി കൊടുക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കുക, മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മലപ്പുറത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരൊക്കെ വർഗീയവാദികളാണ്, ഇവരൊക്കെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന നിലയിൽ പ്രചാരണം നടത്തിയ സകല എണ്ണത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി കിട്ടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPMനുണ്ടായ ദയനീയ പതനമാണ്. മുസ്ലിം ലീഗിനെ അനാവശ്യമായി കടന്നാക്രമിക്കാനും ചൊറിയാനും ഇറങ്ങിത്തിരിച്ചതിന് കൂടിയുള്ള തിരിച്ചടിയാണ് LDFന് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷത മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യരും CPMന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞ് UDFനൊപ്പം നിന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നതിൻ്റെ കൂടി അടയാളമാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ, ഇത്രയും വലിയ മാർജിനിൽ ഒരു വിജയം UDF സ്ഥാനാർത്ഥികൾക്കുണ്ടായതെന്നുള്ളത്. നിങ്ങൾ UDF സ്ഥാനാർത്ഥികളുടെ മൊത്തത്തിൽ ലീഗ് സ്ഥാനാർത്ഥികളുടെ ഉൾപ്പെടെ മാർജിൻ ഒന്ന് പരിശോധിച്ചു നോക്കും, ഭൂരിപക്ഷം ഒന്ന് പരിശോധിച്ചു നോക്കും. വലിയ ഭൂരിപക്ഷമാണ്, പലയിടങ്ങളിലും 10,000 കടന്നുള്ള ഭൂരിപക്ഷമാണ്. അതേസമയം ഇത്രയും വലിയ വാദങ്ങളൊക്കെ ഉയർത്തി കേരളം മുഴുവൻ ഫ്ലക്സുകൾ വെച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച പിണറായി വിജയന് സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും 10,000-ൽ താഴെ ഭൂരിപക്ഷമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ മുസ്ലിം ലീഗിനെ ചൊറിഞ്ഞ്, അല്ലെങ്കിൽ മലപ്പുറം വർഗീയവാദികളുടെ കേന്ദ്രമാണ് എന്ന് മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ ഹരിത പതാക അത് മറ്റ് ഇസ്ലാമിക രാജ്യത്തിൻ്റെ അടയാളമാണ് എന്ന നിലയിലൊക്കെ പ്രചാരണം നടത്തി സകലർക്കും കിട്ടി. PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയൊക്കെ അവസ്ഥ കണ്ടല്ലോ. ഇവിടെ മുസ്ലിം ലീഗിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെയൊക്കെ നിരന്തരമായി വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആശാന്മാരാണ്, ഒക്കെ വീട്ടിലായി. അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ എന്തുകൊണ്ട് മുസ്ലിം MLA അല്ല ഹിന്ദു MLA ഇല്ല എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമായിരുന്നു, വലിയ ഫ്ലെക്സ് അടിച്ചു വെച്ചതാ. അതും ജനങ്ങൾ കാറിത്തുപ്പി തോട്ടിൽ കളഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ മണ്ണിൽ വർഗീയത വിജയിക്കില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ കാണുന്ന മുസ്ലിം ലീഗിൻ്റെ ഈ വിജയം എന്നുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തെ വർഗീയമായി വിഭജിക്കാനോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ നെഞ്ചത്ത് കുതിര കയറാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ദയനീയ തിരിച്ചടിയായിരിക്കും കിട്ടുക എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ അങ്ങനെ തകർക്കാനോ തളർത്താനോ ഇല്ലാതാക്കാനോ ആർക്കും കഴിയുകയില്ല. ആ പ്രസ്ഥാനം മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കും എന്നതിൻ്റെ കൂടി അടയാളമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും.